നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC എക്സാമിനേഷൻ്റെ വിവിധ ജില്ലകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞ ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ പല ഭാഗങ്ങളും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. SCERT NCERT പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സാംസ് എഴുതാൻ പോകുന്നവർ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിലൊന്നും കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം റിവൈസ് ചെയ്യുക. ഇതിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതെന്താണെങ്കിലും പഠിക്കണം. SCERT NCERT പരമാവധി നോക്കി പോകണം. കറണ്ട് അഫെയർ നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് എന്നാലോചിച്ചിരിക്കുന്ന സമയമില്ല, എത്രയും വേഗം റിവൈസ് ചെയ്യുക എന്നുള്ളത് ഇനി ചെയ്യാനുള്ളൂ. അതുകൊണ്ട് PSC എക്സാം ഗൈഡിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻ സീരീസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. നമ്മൾ സബ്ജക്റ്റ് വൈസ് ഓരോ സബ്ജക്റ്റ് എടുത്ത് റിവൈസ് തീർക്കാനായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങുകയാണ്. നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് എന്തായാലും ഒരു മാർക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് വരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലെ ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും കൺഫ്യൂഷൻ ആകുന്നൊരവസ്ഥ. അപ്പോൾ നമ്മൾ ഒന്നോടൊന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി പോകാം. അപ്പോൾ നിങ്ങൾക്ക് കേട്ട് പഠിക്കാം, നിങ്ങളൊന്നും എഴുതിയെടുക്കണ്ട. നിങ്ങൾ ഒരുമാതിരി പഠിച്ചവരാണ്, ഒരു റൗണ്ടെങ്കിലും പഠിച്ചവരാണെങ്കിൽ ഒന്നും നിങ്ങൾ എഴുതിയെടുക്കാണ്ട് കേട്ട് എൻ്റെ ഒപ്പം അത് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഇതെടുക്കുക. അവസാനം വരെ കേട്ടിരിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിലെ പാഠം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിൻ്റെ കോട്സാണ്. ഇത് ഏത് കൃതിയാണല്ലേ, ആരുടെ കൃതിയാണ്? ഇത് കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കൃതിയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു ഘട്ടത്തിലെ എക്സാമിനേഷനിൽ വിവിധ കൃതികളുടെ വരികൾ ചോദിച്ചിട്ട് ആരെഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാ ഘട്ടത്തിലും കണ്ടിട്ടില്ല. ഇനിയുള്ള ഘട്ടങ്ങളിൽ അത് വരുമോയെന്നും അറിയില്ല. അപ്പോൾ ഈ വരി ഓർത്ത് വെച്ചോ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, കുമാരനാശാൻ്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിലെ വരികളാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. കായ്ക്കരയാണ് ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കുമാരനാശാൻ സ്മാരകം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലും. കുമാരനാശാൻ്റെ സ്മാരകം എവിടെയുണ്ട്? കുമാരനാശാൻ്റെ സ്മാരകം കായ്ക്കരയാണ്. പിന്നെ കുമാരനാശാൻ സ്മാരകം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലും. ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ കായ്ക്കരയുണ്ട്. അപ്പോൾ കായ്ക്കരയും തോന്നയ്ക്കലും, കായ്ക്കര ആശാൻ ജനിച്ച സ്ഥലമാണ്, തോന്നയ്ക്കൽ. ഈ 2 സ്ഥലങ്ങളും ആശാനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചോളണേ. ഇനി നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏത്? ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ആൻസർ വരുന്നുണ്ടോ നിങ്ങൾ സ്വയം ആലോചിക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സ് വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ളതാണ് മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര്? ആരുടെ രൂപം നൽകിയത്? ആൻസർ കിട്ടിയോ? മൈൻഡിൽ വന്നോ? റിവിഷൻ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ കേൾക്കുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നോ എന്ന് നോക്കുന്നു. കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേട്ട് പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യമാണ്. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്ര അറിയാമോ? ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്ര കോളനികൾ സ്ഥാപിച്ചു? 13 കോളനികളാണ് സ്ഥാപിച്ചത്. 13 കേട്ടോ എണ്ണം. ഇനി ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ വടക്കേ അമേരിക്കയിൽ നടപ്പിലാക്കിയ അമേരിക്കയുടെ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയങ്ങളെ പറയുന്ന പേര് കിട്ടിയോ? എന്താണ്? മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ എന്നാണ്. മെർക്കൻറ്റലിസ്റ്റ് നിയമങ്ങൾ. ഓക്കെ, റെഡ് ഇന്ത്യൻസ് 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ആരാണ്? അമേരിക്ക കണ്ടുപിടിച്ച ആളെന്നറിയപ്പെടുന്ന ആരാണ്? റെഡ് ഇന്ത്യൻസ് വിളിച്ചത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ്. തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെന്ന് കരുതിയിട്ടാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് അവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഓക്കെ, തീർത്ഥാടക പിതാക്കൾ ആരാണ്? തീർത്ഥാടക പിതാക്കൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ചത്. അവരാണ് തീർത്ഥാടക പിതാക്കൾ. അപ്പോൾ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിൻറ്റ്സാണ് SCERT എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനങ്ങളെല്ലാം സഹിച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കപ്പലിൽ കയറി അമേരിക്കയിലിട്ട് വരികയാണ്. അവർ വന്ന കപ്പലിൻ്റെ പേര് മേഫ്ലർ എന്നാണ്. അവർ അമേരിക്കയിൽ വന്നിട്ട് അവിടെ കോളനികളൊക്കെ സ്ഥാപിച്ച് അവിടെ താമസം ആരംഭിക്കുകയാണ്. ഇവരുടെ പേരാണ് തീർത്ഥാടക പിതാക്കൾ.
അപ്പോൾ ഇവരെ കണ്ടിട്ട് അവിടെ എത്തിയ സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് 1492 ഇന്ത്യക്കാരാണെന്ന് കരുതി അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഓക്കെ, ഇവിടെ എത്ര കോളനികൾ അവർ സ്ഥാപിച്ചു? 13 കോളനികൾ അവരെ സ്ഥാപിച്ചു. അവിടെ കച്ചവടക്കാർ നടപ്പിലാക്കിയ ഒരു വാണിജ്യ നിയമങ്ങൾ, ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ നടപ്പിലാക്കിയ ആ വാണിജ്യ നയങ്ങൾ, ആ നയങ്ങളെ പറയുന്ന പേര് മെർക്കൻറ്റലിസ്റ്റ് നയങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവരുടെ മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞ് ജെയിംസ് ഓട്ടിസിൻ്റെ മുദ്രാവാക്യമാണ്. ഇനി ബോസ്റ്റൺ ടീ പാർട്ടി ഏത് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണോ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. എന്നാണ് ഇത് നടന്നത്? 1818 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1700 തൊട്ട് 1800 വരെയുള്ള കാലഘട്ടമാണ്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി. ഡിസംബർ 16 ക്രിസ്മസിന് മുന്നേ ആണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. ഡിസംബർ 25 ക്രിസ്മസ്, ഒരു 10 ദിവസം അല്ലേ, ഒരു 9 ദിവസം മുന്നേ ഒരു ടീ പാർട്ടി എന്ന് ആലോചിക്കുക. ഡിസംബർ 16, 1773 ആണ് കേട്ടോ. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരെ? എക്സാമിന് കണ്ട ചോദ്യമാണ്. ആരാണ് അങ്ങനെ പറഞ്ഞത്? മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. അപ്പം ഞാനിങ്ങനെ അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല, അതായത് ഈ ലോക്ക് അഴിക്കാൻ പാടില്ല, ഇങ്ങനെ കണക്ട് ചെയ്യാറുണ്ട്. ഹനിക്കാൻ പാടില്ല, ലോക്ക് അഴിക്കാൻ പാടില്ല. അപ്പോൾ ഹനിക്കാൻ പാടില്ല എന്ന് കണ്ടാൽ പെട്ടെന്ന് ജോൺ ലോക്കെന്ന് കത്തും. അപ്പോൾ അതേപോലെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ ലോക്കാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇവിടെ ഞാൻ യുക്തി എന്നുള്ള വാക്കെടുത്ത് വെച്ചിട്ടുണ്ട്. യുക്തി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയ ആൾ തന്നെയാണ് ഈ യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. 2 ചോദ്യം ഒരു ഉത്തരമാണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതിയത് ആര്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആര്? 2 ഒറ്റ ഉത്തരമാണ്. അത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് 1774 ഫിലാഡൽഫിയയിൽ. 1774. 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്ന 1775 ഫിലാഡൽഫിയയിൽ. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏത്? ആൻസർ മനസ്സിൽ വന്നോ? 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാണ്? ജോർജിയ ആണ്. ജോർജിയ. ഓക്കെ, 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തത് ആരെ? ആദ്യം ഒരു കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 74 നടന്നു, ജോർജിയ പങ്കെടുത്തില്ല. 75 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നപ്പോൾ അവരൊരു നേതാവിനെ കൊണ്ടിരുന്നു. ആ നേതാവ് ആരാണെന്ന് ചോദിക്കുന്നത്? അമേരിക്കയാണ്. അപ്പോൾ നേതാവ് ജോർജ് വാഷിങ്ടൺ ആണ്. അവരുടെ തലവനായിട്ട് അവർ തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് ആരും? അപ്പോഴും വിവേകപൂർവ്വം. അപ്പോൾ വീണ്ടും കോമൺ സെൻസ് യുക്തിയും കണക്ട് ചെയ്യുക. അയാൾ തന്നെയാണ് കോമൺ സെൻസ് എഴുതിയ ആൾ, യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ ആൾ. വിവേകപൂർവമായ പ്രവൃത്തിയാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞതും തോമസ് പെയിൻ തന്നെയാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞ ലഘുലേഖയിലാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് തോമസ് പെയിൻ. എന്താ പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്ന്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഡിക്ലറേഷനാണ്. ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷൻ 776 ജൂലൈ 4. ജൂലൈ 4 അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ അമേരിക്കക്കാരുടെ. അപ്പോൾ 774 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ജോർജിയ പങ്കെടുത്തില്ല. 775 2ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പിന്നെ 776 അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ജൂലൈ 4 നടന്നത്. ഓക്കെ, ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആര്? 2 പേരുടെ പേരുണ്ട്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും. അപ്പോൾ ആദ്യം പറഞ്ഞ തോമസ് പെയിൻ ലഘുലേഖ എഴുതിയ ആൾ, പിന്നെ യുക്തിക്ക് നിരക്കുന്ന അല്ല എന്ന് പറഞ്ഞത് വിവേകപൂർവമായ ആ വാക്കുകളൊക്കെ കാണുമ്പോൾ തോമസ് പെയിനെ ഓർക്കണം. ഇത് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ഉള്ള യുദ്ധം അവസാനിച്ചു. 1781 ആ യുദ്ധം അവസാനിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അംഗീകരിക്കാനായിട്ട് കാരണമായ ഒരു ഉടമ്പടി ഉണ്ടായി. 1783 പാരീസ് ഉടമ്പടി. അപ്പോൾ പാരീസ് ഉടമ്പടിയുടെ വർഷം 1783 ആണ്. ഈ ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ടിൽ നിന്ന് ഈ 13 കോളനികളെയും സ്വതന്ത്രമാക്കി എന്നുള്ളതാണ് കേട്ടോ. പാരീസ് ഉടമ്പടിയാണ്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആര്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം 2 പേരായിരുന്നു, തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞ ജെയിംസ് ഓട്ടിസ്. ഇത് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ. ഭരണഘടന എഴുതിയ ആൾ മാഡിസൺ ആണെന്ന് ഓർക്കുക. ഭരണഘടന മാഡിസൺ ആണ്. പിന്നെ ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ജെയിംസ് ഓട്ടിസ്. പിന്നെ
പുതിയ അമേരിക്കൻ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിന്. അപ്പോൾ അത്രയും പോയിന്റ്സ് ആണ്. അപ്പോൾ ക്വിക്കായിട്ടൊന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറഞ്ഞ് നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് വരും? ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16, 1784 ഫിലാഡൽഫിയ കോൺഗ്രസ്, 85 ഫിലാഡൽഫിയ രണ്ടാം കോൺഗ്രസ് സമ്മേളനം, 1786 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം, 1781 അവർക്ക് യുദ്ധം അവസാനിക്കുന്നുണ്ട്, 1783 പാരീസ് ഉടമ്പടി. വർഷം അത്രയും. ഇനി പേരുകൾ നോക്കുകയാണെങ്കിൽ ജെയിംസ് ഓട്ടിസ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് മാഡിസൺ ഭരണഘടന തയ്യാറാക്കി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി, പിന്നെ തോമസ് പെയിൻ കോമൺ സെൻസിനുള്ള ലഘുലേഖ, അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയാൻ വിവേകപൂർവമായ തീരുമാനം എന്ന് തോമസ് പെയിൻ ആണ്. മനുഷ്യനെ ഏതെങ്കിലും വിദേശശക്തിക്ക് ഈ വൻകരനെ ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്നത്, ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് പറഞ്ഞത് യുക്തിക്ക് നിരക്കുന്നല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. പിന്നെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിന് അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ജോൺ ലോക്ക്. ക്രിസ്റ്റഫർ കൊളംബസ് ആണ് റെഡ് ഇന്ത്യൻസിന് വിളിച്ചു. തീർത്ഥാടക പിതാക്കറാണ് അവിടെ കുടിയേറിപ്പാടത്ത് 13 കോളനികൾ സ്ഥാപിച്ചവർ. അവിടുത്തെ വാണിജ്യ നയങ്ങളെ പറഞ്ഞ പേര് മെർക്കൻറ്റലിസം നയങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT പോയിന്റ്സ്. ഇനി ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാനാണ് രാഷ്ട്രം ആര് പറഞ്ഞു? ലൂയി 14. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്ത് ലൂയി 16. അതിൻ്റെ കോഡുണ്ട് രാഷ്ട്രീയ പ്രളയ വിപ്ലവം 14, 15, 16. രാഷ്ട്രീയ ഞാനാണ് രാഷ്ട്രം ലൂയി 14. പ്രളയം എനിക്ക് ശേഷം പ്രളയം ലൂയി 15. വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്ന സമയത്ത് ലൂയി 16. ഇനി ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ലൂയി 14 പറഞ്ഞത്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇപ്രകാരം പറഞ്ഞതാര്? ഇത് മൂന്നും കൂടെ അല്ലേ എക്സാമിന് റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻ്റോണിയേറ്റ് ആണ്. മേരി ആൻ്റോണിയേറ്റ് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ലൂയി 16. ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രമായി തീർന്നത് എവിടെ? സ്ഥലം അറിയാവോ? ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രം വേഴ്സായി കൊട്ടാരമാണ്. വേഴ്സായി കൊട്ടാരം. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1ാം എസ്റ്റേറ്റ് അല്ലേ, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. എസ്റ്റേറ്റുകൾ എന്നാണ് 3 തട്ടിൻ്റെയും പേര്. 1ാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവർ ആര്? 2ാമത്തേൽ ആര്? 3ാമത്തേൽ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളാണെന്ന് അറിയാം. ഇത് ആരൊക്കെയാണ്? പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഉണ്ട് അവിടെ. 1ാം എസ്റ്റേറ്റ് പുരോഹിതന്മാർക്ക്, 2ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരുടെ, 3ാം എസ്റ്റേറ്റിലാണ് കച്ചവടക്കാരും എഴുത്തുകാരും അധ്യാപകർ അഭിഭാഷകർ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നത്. 3ാം എസ്റ്റേറ്റിലാണ് ബാങ്കർമാരൊക്കെ വരുന്നത്. കർഷകരും ഒക്കെ മധ്യവർഗമാണ്. അവർക്ക് 3ാം എസ്റ്റേറ്റിൽ വരുന്നത്. കൈത്തൊഴിലുകാരൊക്കെ. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് ടാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ നികുതിക്ക് പറയുന്ന പേരെന്ത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് വാങ്ങുന്ന നികുതിയുടെ പേര് തിഥയാണോ തിലയാണോ? തിഥേന്നാണ് ആ നികുതിയുടെ പേര്. തിഥേന്നാണ് കേട്ടോ. പുരോഹിതന്മാർ വാങ്ങുന്നത് തിഥയാണ്. എന്നാൽ 3ാമത്തെ എസ്റ്റേറ്റ് സർക്കാരിന് കൊടുത്തിരുന്ന ഭൂനികുതിയാണ് തൈലേ എന്ന് പറഞ്ഞത്. അപ്പോൾ 3ാം എസ്റ്റേറ്റുകാർ ഗവൺമെൻറ്റിനും കൊടുക്കണം, പുരോഹിതന്മാർക്കും കൊടുക്കണം. ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് തൈലേ. ഗവൺമെൻറ് ഓഫീസിലാണല്ലോ ഈ ബൈലോ ഒക്കെ പറയണത്. ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ ബൈലോ. അപ്പോൾ തൈലേ പറഞ്ഞത് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. തിഥേ പറഞ്ഞത് 3ാം എസ്റ്റേറ്റുകാർ പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന നികുതിയാണ്. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയും യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത തത്വചിന്തകൻ ആര്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുന്നു, പിന്നെ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇതിനെ പറ്റിയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത തത്വചിന്തകൻ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആളാണ് വോൾട്ടെയർ. അപ്പോൾ വോൾട്ടെയറിനെ പറ്റി പറയുമ്പോൾ ഈ പോയിന്റ്സ് ഇങ്ങനെ ഓർക്കണം. അതായത് പുരോഹിതന്മാരെ അവരുടെ ചൂഷണത്തെ പരിഹസിച്ചത് ഓർത്തു വയ്ക്കാൻ പറ്റും. പിന്നെ പറഞ്ഞ 3 പോയിന്റ്സ് ഒക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് നമ്മൾ വിട്ടുപോകണം. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇതൊക്കെ വോൾട്ടെയറിൻ്റെ ആശയങ്ങളാണ്. ശരിയാണോ തെറ്റാണോ എന്നായിരിക്കും ചോദിക്കുക. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം വോൾട്ടെയർ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഈ ചോദ്യം ഇനിയൊരു എക്സാമിന് വരുമോ? ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? മുന്നത്തെ ഒരു എക്സാമിന് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റൂസോയാണ് സ്വതന്ത്രമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് അഭിപ്രായപ്പെട്ടത്. റൂസോ. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചത് ആര്? അതും റൂസോയാണ്. അപ്പോൾ നമ്മൾ മുന്നേ തോമസ് പെയിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും ഇതുമായിട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി അത്രയും പേരുകൾ അവിടെ തോമസ് പെയിന്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്,
തോമസ് ജെഫേഴ്സൺ, ജെയിംസ് ഓഡിസ്, ജെയിംസ് മാഡിസ് ഒക്കെ ഒരു രണ്ട് വേർഡ്സ് പറഞ്ഞ പേരുകളാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രഞ്ച് വിപ്ലവമാണ് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ ആദ്യം കണ്ട റൂസോനെയാണ്. ആദ്യം വോൾട്ടേറെ കണ്ടു, ഒറ്റ പേരേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ റൂസോ അതും സിംഗിൾ നെയിമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ റൂസോയാണ് എന്ത് പറഞ്ഞത്? ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. സ്വതന്ത്രമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ വിഭാഗങ്ങളായിട്ട് തിരിക്കണമെന്ന് വാദിച്ചത് ആര്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതുണ്ട് അല്ലേ. ഗവൺമെൻറ്റിന് 3 വിഭാഗങ്ങളുണ്ട്. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വാദിച്ച ആളാണ് മോണ്ടസ്ക്യൂ ആണ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. വോൾട്ടേർ ആണ് പുരോഹിതന്മാരെ പരിഹസിച്ചത്. ഓക്കെ, ഇനി ഫ്രാൻസിൻ്റെ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ജനറൽ എന്നാണ്. ഫ്രാൻസിൻ്റെ ജനപ്രതിനിധി സഭയെ വിളിക്കുന്ന പേര് സ്റ്റേറ്റ് ജനറൽ എന്നാണ്. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്താനായിട്ട് ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം. ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷം 1789 അദ്ദേഹം സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടുകയാണ്. എന്തിനാ? ജനങ്ങളുടെ മേലെ പുതിയ നികുതികൾ ചുമത്താൻ വേണ്ടിയിട്ട്. അപ്പം നികുതി അവിടെ ഒരു പ്രശ്നമാണെന്ന് ഓർത്തോളും, ടാക്സ് കേട്ടോ. ഫ്രാൻസിൽ 1789 ഇദ്ദേഹം സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത്. സ്റ്റേറ്റ് ജനറലിനും ഫ്രഞ്ച് സമൂഹത്തെ പോലെ 3 എസ്റ്റേറ്റ് ഉണ്ട്. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ 3ാമത്തെ എസ്റ്റേറ്റിലുള്ളത്. അവരെ കോമൺസ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണു? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമായിട്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര ഈ മുദ്രാവാക്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ പ്രിയാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ വേഴ്സായ കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബറിൽ. വേഴ്സായ കൊട്ടാരത്തിലേക്ക് ആളുകൾ പോവുകയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര എന്ന നമ്മുടെ പ്രിയാമ്പിളിലുള്ള ആ 3 വേർഡ്സാണ് അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളാണ്. ഈ മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് ആരാണ് പോയത്? എങ്ങോട്ടേക്ക് പോയത്? വേഴ്സായ കൊട്ടാരത്തിലോട്ട് അല്ലേ, പ്രകടനം നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണെന്ന് ഓർത്തോളേ. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം. വിപ്ലവകാരികൾ ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവർ പോകുന്നത്. ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റൽ ജയിൽ അവർ തകർക്കുകയും ചെയ്തു. ഈ മുദ്രാവാക്യം കൊണ്ട് പോയിട്ട് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റൽ ജയിൽ തകർത്തു. 1789 ജൂലൈ 14 ബാസ്റ്റൽ ജയിൽ തകർത്തു. ഓക്കെ, ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി 1789 ഒക്ടോബറിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1793 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രൂപീകൃതമായ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു റോബിൻസ്പിയർ. അപ്പോൾ പറഞ്ഞത് പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണക്കാരെന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റേറ്റ് ജനറലും അങ്ങനെ 3ആണ്. ഫ്രാൻസിൻ്റെ ജനപ്രതിനിധി സഭയാണ് സ്റ്റേറ്റ് ജനറൽ. ജനങ്ങളുടെ മേലെ ടാക്സ് ചുമത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു 1789. ഓക്കെ, അപ്പം സാധാരണക്കാരായ ജനങ്ങളാണ് 3ആം സ്റ്റേറ്റിൽ കോമൺസ് എന്ന് പറയും. സ്വാതന്ത്ര്യം, സമത്വം, സഹോദര്യം എന്നീ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റൽ ജയിൽ തകർത്തു 1789 ജൂലൈ 14. ഓക്കെ, ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് 1789 ഓഗസ്റ്റ് 12. അപ്പോൾ ജൂലൈ 14 1789 ബാസ്റ്റൽ ജയിൽ തകർത്തു. തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്നുള്ള മുദ്രാവാക്യമായിട്ട് വേഴ്സായ കൊട്ടാരത്തിലൂടെ പ്രകടനം നടത്തിയത് എന്ന്? അത് 1792 സെപ്റ്റംബറിലാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ടാക്സ് മാത്രമല്ല പ്രശ്നം, ഭക്ഷണം ഒരു പ്രശ്നമായിരുന്നു, വിശപ്പ് അല്ലേ, ഭക്ഷണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് കണക്ട് ചെയ്ത് ഭക്ഷണം ഒരു പ്രശ്നമായിരുന്നു. അതൊക്കെ നമ്മൾ ആ സെൻസിൽ ഓർത്ത് വെക്കണേ. അപ്പോൾ വേഴ്സായ കൊട്ടാരത്തിലോട്ട് ഭക്ഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രകടനം നടത്തിയത് 1789 ഒക്ടോബറിൽ. പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനൊരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത് 1792 സെപ്റ്റംബറിൽ. 92 ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നുണ്ട്. എന്നിട്ട് 93 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ തലവനാണ് റോബിൻസ്പിയർ. പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ അംഗങ്ങളിൽ പെട്ടവരാണ് മിറാബോ, ടാൻഡൻ. മിറാബോയും ടാൻഡനും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ 2 പേരുകൾ? മിറാബോ, ടാൻഡൻ ഓർമ്മ വന്നിരുന്നോ? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട 2 പേരാണ് മിറാബോ, ടാൻഡൻ. അതായത് ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി ഉണ്ടാക്കി ഫ്രാൻസിൽ. ആദ്യം ബാസ്റ്റൽ ജയിൽ തകർത്തത് 1789
1789 789 ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചോണം ഈ വർഷം. ഈ 1789 ജൂലൈ 14 ബാസ്റ്റ് ജയിൽ തകർത്തു. ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് 12 ആയപ്പോൾ അവിടെ ദേശീയ അസംബ്ലി എന്ത് പ്രഖ്യാപിച്ചു? മനുഷ്യാവകാശം പ്രഖ്യാപിച്ചു. മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കി ഓഗസ്റ്റ് 12. പിന്നെ വേഴ്സായ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം വേണമെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ 1789 ഒക്ടോബറിൽ പോവാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, ഭക്ഷണം ഒരു പ്രശ്നമാണ്. പിന്നെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അല്ലേ. 1792 സെപ്റ്റംബറിൽ അപ്പോൾ എന്ത് ചെയ്തു? ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു 92 സെപ്റ്റംബറിൽ. 93 ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ ആയിട്ട് ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. 93 റോബിൻസ്പിയർ ആയിരുന്നു അതിൻ്റെ തലവൻ. ഈ കമ്മിറ്റിയുടെ അംഗങ്ങളിലുള്ള 2 പേരാണ് മിറാബോയും ടാൻഡനും. ഇനി ഫ്രാൻസിൽ ശത്രുക്കളെന്ന് പൊതുസുരക്ഷാ കമ്മിറ്റിയാണ് ഈ റോബിൻസ്പിയറിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അവർ തീരുമാനം എടുത്തു, ശത്രുക്കളെന്ന് തോന്നുന്ന ആരെ കണ്ടാലും എന്ത് ചെയ്യണം? അവരെ വധിക്കുക. അങ്ങനെ ശത്രുക്കളെന്ന് തോന്നിയിട്ടുള്ള എല്ലാവരെയും നിഷ്കരണം വധിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചൊരു യന്ത്രമാണ് ഗില്ലറ്റിൻ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് ഒരു മരം നട്ടിട്ടുണ്ട്, സ്വാതന്ത്ര്യ മരം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ശ്രീരംഗപട്ടണത്ത് ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് ജാക്കോബിൻ ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അദ്ദേഹം അംഗമാവുകയും ചെയ്തു. ആര്? ടിപ്പു സുൽത്താൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഒരു പോയിന്റ് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയണേ, എന്താ പറയണ്ടേ? ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടൊരു മരം നട്ടു, സ്വാതന്ത്ര്യ മരം എന്ന് പേര് കൊടുത്തു. അതുപോലെ ജാക്കോബിൻ ക്ലബ്ബ്, ഫ്രാൻസിൻ്റെ ക്ലബ്ബാണ്, ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അദ്ദേഹം അംഗമാവുകയും ചെയ്തു. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത് ആര്? ഇങ്ങനെ പറഞ്ഞത് ഓസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേർണിക്കാണ്. മെറ്റേർണിക്ക് എന്താ പറഞ്ഞേ? മെറ്റേണിക്ക് പറഞ്ഞു ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞു മെറ്റേണിക്ക്. ഇനി ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്ന ആരുടെ ആശയങ്ങളാണ്? ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ആരുടെ ആശയങ്ങളാണ്? റൂസോയുടെ ആശയങ്ങളാണ്. റൂസോയുടെ ആശയങ്ങളാണ് അതിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. റൂസോയുടെ പ്രശസ്തമായ ഗ്രന്ഥം ഏത്? സോഷ്യൽ കോൺട്രാക്റ്റ്. റൂസോയുടെ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. കോമൺ സെൻസ് തോമസ് പെയിൻ്റെ. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണഘടന എന്ന് പറഞ്ഞത് ആര്? റൂസോ. റൂസോനെ പറ്റി 2-3 പോയിന്റ്സ് പറഞ്ഞു അല്ലേ. റൂസോനെ പറ്റി ആദ്യം എന്താ പറഞ്ഞത്? റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് റൂസോയാണ് പറഞ്ഞത്. ജനങ്ങളാണ് പരമാധികാരം എന്ന് പറഞ്ഞത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരം എന്ന് റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് റൂസോയുടെ ആശയങ്ങളാണ്. റൂസോയുടെ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണഘടന എന്ന് പറഞ്ഞത് റൂസോ തന്നെയാണ്. റൂസോ. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം വീണ്ടെടുത്തത് 1799. 1799 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത്. 1799 ആര്? നെപ്പോളിയൻ ബോണപ്പാർട്ട്. പൊതുകടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന പേരിൽ പുതിയൊരു ഫണ്ട് രൂപീകരിച്ചു നെപ്പോളിയൻ ബോണപ്പാർട്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നെപ്പോളിയൻ. പിന്നെ നിലവിലുള്ള നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചൊരു പുതിയ നിയമസംഹിത ഉണ്ടാക്കാനായിട്ട് നെപ്പോളിയൻ തീരുമാനിക്കുന്നുണ്ട്. നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം 1715 വാട്ടർലൂ യുദ്ധമാണ്. അപ്പം നെപ്പോളിയൻ്റെ പേരിവിടെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ്? ഫ്രാൻസിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. ഫ്രാൻസിൻ്റെ അധികാരം അത് 1799. ഓക്കെ. പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി എന്നിട്ട് എന്ത് ചെയ്തു? സിംഗിങ് ഫണ്ട് കൊണ്ടുവന്നു. പൊതുകടം കുറഞ്ഞു. അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറഞ്ഞു. പിന്നെ നിലവിലുള്ള നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി അത് നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു. ആര്? നെപ്പോളിയൻ. അദ്ദേഹം ഉണ്ടാക്കി. പുതിയൊരു നിയമസംഹിത ഉണ്ടാക്കിയത് നെപ്പോളിയനാണ്. നിലവിലുള്ള നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് പുതിയ നിയമസംഹിത ഉണ്ടാക്കുന്നത്. നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം 1715 വാട്ടർലൂ യുദ്ധമാണ്. വാട്ടർലൂ യുദ്ധം. ഓക്കെ. വാട്ടർലൂ യുദ്ധം 1715 അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടത് നെപ്പോളിയന്. ഇനി മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങൾ എന്ന കൃതി എഴുതിയത് ആര്? പാബ്ലോ നെരുദ കേട്ടോ. മാച്ചു പിച്ചു പാബ്ലോ നെരുദ. ഇത് ഏത് പർവ്വരാജ്യത്താണ് മാച്ചു പിച്ചു ഉള്ളത്? പെറുവിലാണ് മാച്ചു പിച്ചു ഉള്ളത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ നേതൃത്വം നൽകിയവർ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തവരാണ് ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ, സൈമൺ ബോളിവർ ഒക്കെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാകാൻ വേണ്ടി നേതൃത്വം നൽകിയതാണ്. ഓക്കെ. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സാണ് എസ് സി ആയിട്ട് പറയുന്നത്. റഷ്യൻ വിപ്ലവം നോക്കാം. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ ഒരു നോവൽ അമ്മ, അതാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. മാക്സിം ഗോർക്കിയുടെ വർക്കാണ് അമ്മ എന്ന് പറഞ്ഞ നോവൽ.
റഷ്യയിൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ടൊരു പാർട്ടിയുണ്ട്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായിട്ട് വന്നവരാണ് സോഷ്യൽ ഡെമോക്രാറ്റിക്കൽ വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞിട്ട്. മാർക്സിസ്റ്റ് ആശയങ്ങൾ അവതരിപ്പിച്ചത് ആര്? കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും. കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസുമാണ് മാർക്സിസ്റ്റ് ആശയങ്ങൾ ആവിഷ്കരിച്ചത്. ഓക്കെ. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞു, മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. അപ്പം മെൻഷെവിക്കുകൾ, ബോൾഷെവിക്കുകൾ, ബോയാണ് ബായാണ് ഭൂരിപക്ഷം, ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷം ബോൾഷെവിക്കുകളാണ്, മറ്റത് മെൻഷെവിക്കുകളാണ്. ബോൾഷെവികൾക്ക് രൂപം കൊടുത്ത ആരാണ്? ബോൾഷെവികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ലെനിനും ട്രോട്സ്കിയുമാണ്. മെൻഷെവികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നത് അലക്സാണ്ടർ കെറൻസ്കിയാണ്. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യമേ തന്നെ അവിടെ ഒരു പാർട്ടി വരുന്നു. ആ പാർട്ടി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് ആശയങ്ങൾ അധിഷ്ഠിതമായിട്ട് വന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ രണ്ടായിട്ട് മാറുകയാണ്, മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും എന്ന് പറഞ്ഞിട്ട്. മെൻഷെവിക്കും ബോൾഷെവിക് പാർട്ടിക്കും മെൻഷെവിക് പാർട്ടിക്കും രൂപം നൽകിയത് ആര്? ബോൾഷെവിക് ഭൂരിപക്ഷമാണ് ലെനിനും ട്രോട്സ്കിയുമാണ്. അപ്പോൾ ലെനിൻ റഷ്യൻ വിപ്ലവം ഓർത്തോണം. മെൻഷെവിക് പാർട്ടിക്ക് രൂപം കൊടുത്ത അലക്സാണ്ടർ കെറൻസ്കി. മെൻഷെവിക് കെറൻസ്കിയാണ്, ബോൾഷെവിക് ലെനിനും ട്രോട്സ്കിയുമാണ്. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തുകയും ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവമാണ് രക്തരൂഷിത ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. അപ്പോൾ രക്തരൂഷിത ഞായറാഴ്ച ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കണം? റഷ്യൻ വിപ്ലവമായിട്ട്, ബ്ലഡി സൺഡേ. അപ്പോൾ അവിടെ ഒരു 1905 ജനുവരി 9 അവിടെ ഒരു പ്രകടനം നടക്കുന്നത്. 1905 ജനുവരി 9 പ്രകടനം എവിടെ വെച്ചാൽ പെട്രോഗ്രാഡിൽ വെച്ചിട്ട് തൊഴിലാളികളാണ് നടത്തുന്നത്. അതിന് നേരെ പക്ഷേ പട്ടാളം വെടിവെച്ചു, നൂറുകണക്കിന് പേര് അവർ കൊന്നു. ഈ സംഭവമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച. നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും റഷ്യയിലും മെൻഷെവിക്കുകളുടെ നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് വരികയും ചെയ്തതാണ് ഫെബ്രുവരി വിപ്ലവം. റഷ്യയിലെ താൽക്കാലിക ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് എതിർത്ത ആളാണ് വ്ളാഡിമിർ ലെനിൻ. ലെനിൻ ഏത് പാർട്ടിയുടെയാണ്? ലെനിൻ ബോൾഷെവിക്, ഭൂരിപക്ഷത്തിൻ്റെ ബോൾഷെവിക്കിൻ്റെ കൂടെയാണ് ലെനിൻ ഉള്ളത്. ലെനിൻ അപ്പോൾ ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെ എതിർത്തു, കെറൻസ്കിയുടെ ഗവൺമെൻറ്റിനെ എതിർത്തു. ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായിട്ട് കലാപം ആരംഭിച്ചത് 1917 ഒക്ടോബറിൽ. അപ്പോൾ വർഷം 1917 17 ഒക്ടോബറിലാണ് ബോൾഷെവിക്കുകൾ ഈ താൽക്കാലിക ഗവൺമെൻറ്റിനെതിരെ, അത് മെൻഷെവികൾക്കെതിരെ ലെനിൻ്റെ നേതൃത്വത്തിൽ കെറൻസ്കിക്കെതിരെ എന്ത് തുടങ്ങി? സായുധ കലാപം ആരംഭിച്ചു 1917 ഒക്ടോബറിലാണ്. സായുധ കലാപത്തെ തുടർന്ന് കെറൻസ്കി രാജ്യം വിട്ടു പോയി. റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലായി. ബോൾഷെവികൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വിപ്ലവം പറഞ്ഞു, ഫെബ്രുവരിയും ഒക്ടോബറും. ഫെബ്രുവരി വിപ്ലവം എന്ന് പറഞ്ഞാൽ നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിഞ്ഞിട്ട് കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷെവിക്കുകൾ വന്നതാണ് ഫെബ്രുവരി വിപ്ലവം. അത് കഴിഞ്ഞിട്ട് കെറൻസ്കിയുടെ നേതൃത്വത്തിലുള്ള മെൻഷെവികൾക്കെതിരായിട്ട് ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ സമരം നടത്തുകയും ഈ കെറൻസ്കി അവിടുന്ന് പോവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ കെറൻസ്കി രാജ്യം വിട്ടു പോയി. ബോൾഷെവിക്കുകളുടെ നേതൃത്വത്തിലായ വിപ്ലവമാണ് ഏത് വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് രൂപം നൽകിയ ഒരു ക്യാബിനറ്റ് ഉണ്ട്. ആ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷനും ലെനിനാണ്. പിന്നീട് ഒരു ക്യാബിനറ്റ്, അതായത് ഒക്ടോബർ വിപ്ലവത്തിന് തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം എല്ലാം ചേർന്നിട്ട് രൂപം നൽകിയ ഒരു ക്യാബിനറ്റിൻ്റെ അധ്യക്ഷനാണ് ലെനിൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഒന്നാം ലോകയുദ്ധത്തിൽ റഷ്യ പിന്മാറാൻ കാരണം, ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യ പിന്മാറി റഷ്യൻ വിപ്ലവം കാരണമാണ്. ഇവിടെ വിപ്ലവം, അവിടെ ഒന്നാം ലോകമഹായുദ്ധം. അപ്പോൾ റഷ്യ എന്ന് പിന്മാറുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒക്ടോബർ വിപ്ലവത്തെ തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് രൂപം നൽകിയ ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ ആരാണ്? ലെനിനാണ്. ഒക്ടോബർ വിപ്ലവത്തെ തുടർന്നിട്ട് ഇനി സോവിയറ്റ് റിപ്പബ്ലിക്കുകളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഒരു സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുകയാണ്. സോവിയറ്റ് യൂണിയൻ, റഷ്യ മുന്നേ സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെട്ടിരുന്നത്. സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തിൽ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി നിർമ്മിച്ച നിശബ്ദ സിനിമയാണ് ബാറ്റിൽഷിപ്പ്. അപ്പോൾ റഷ്യയിൽ സർ ചക്രവർത്തിമാരാണ് അവരുടെ ഭരണത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ടൊരു സിനിമ എഴുതിയിട്ടുണ്ട്. ആ സിനിമ ഏതാണ്? നിശബ്ദ സിനിമ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ. ബാറ്റിൽഷിപ്പ് പൊട്ടംകിൻ എന്നാണ്. ഓക്കെ, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം ആരുടെയാണ്? ജോൺ റീഡ്. ജോൺ റീഡിൻ്റെ പുസ്തകമാണ് ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം എന്ന പുസ്തകം ആരുടെയാണ്? ജോൺ റീഡിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റഷ്യ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ്. ഇനി ചൈനീസ് വിപ്ലവം കൂടെ നോക്കിയിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാവേ. ചൈനീസ് വിപ്ലവം ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിനും വ്യത്യസ്തമായിട്ട് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച 2 നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. 2 നയങ്ങളാണ്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. അത് മറ്റ് രാജ്യങ്ങൾ, അതായത് ലോകത്തിലെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയിൽ സ്വീകരിച്ച 2 നയങ്ങളാണ്.
ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളാണ് പട്ട്, തേയില, മൺപാത്രങ്ങൾ. ചൈനയിൽ നിന്ന് യൂറോപ്പിലോട്ട്. തിരിച്ച് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് ആണ് കറുപ്പ്. എവിടെ നിന്നാണ്? ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നതാണ് കറുപ്പ്. അപ്പോൾ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ജോൺ ഹെയ് ആണത് പ്രഖ്യാപിച്ചത്. തുറന്ന വാതിൽ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യക്കാർക്കും തുല്യ അവകാശമുണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ഒരു ഓപ്പൺ മാർക്കറ്റ് പോളിസി, എല്ലാ രാജ്യക്കാർക്കും ചൈനയിൽ തുല്യ അവകാശമുണ്ട് എന്ന രീതിയിലൊരു പോളിസി കൊണ്ടുവരികയാണ് അമേരിക്കക്കാർ. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശക്കാരാണ്. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായിട്ട് നിലപാടാണ് ഈ രാജവംശം സ്വീകരിച്ചത്. അപ്പോൾ എല്ലാവർക്കും വേറെ ചൈനയിൽ വരാവുന്ന രീതിയിലൊരു ഓപ്പൺ മാർക്കറ്റ് പോളിസി അമേരിക്ക കൊണ്ടുവരുന്നു. ലഹരി പദാർത്ഥങ്ങൾ, കറുപ്പ് അവിടെ ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ മഞ്ചു രാജവംശം ഇതിനൊക്കെ വിദേശ ഇടപെടലിനൊക്കെ സപ്പോർട്ടായിരുന്നപ്പോൾ അതിനെതിരെ 1900 ചില രഹസ്യ സംഘടനകൾ ഒരു കലാപം സംഘടിപ്പിച്ചു. ആ കലാപമാണ് ബോക്സർ കലാപം. മഞ്ചു രാജവംശത്തിനെതിരെ രഹസ്യ സംഘടനകൾ 1900 നടപ്പിലാക്കിയ ഒരു സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. ഈ കലാപത്തിന് മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു. ആരുടെ നേതൃത്വത്തിലാണ് 1911 മഞ്ചു രാജഭരണത്തിനെതിരെ ചൈനയിൽ വിപ്ലവം നടന്നത്? സണിയാറ്റ്സെന്നിൻ്റെ. അപ്പോൾ സണിയാറ്റ്സെൻ ചൈനീസ് വിപ്ലവമായിട്ട് ഓർത്ത് വയ്ക്കുക. 1911 സണിയാറ്റ്സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജവംശത്തിനെതിരെ ഒരു കലാപം നടന്നു. ചൈനയിലെ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചതാണ് 1911 ഈ ഒരു കലാപം നടന്നു. അങ്ങനെ മഞ്ചു രാജവംശത്തിന് അന്ത്യം കുറിച്ചിട്ട് അവിടെ സണിയാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഭരണത്തിൽ കയറി. ആ പാർട്ടിയുടെ പേരാണ് റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടി കേട്ടോ. സണിയാറ്റ്സെൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് കുമിന്താങ് പാർട്ടി. കുമിന്താങ് പാർട്ടിയുടെ നേതാവാണ് സണിയാറ്റ്സെൻ. അദ്ദേഹം 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി റീസെൻ്റ്ലി ചോദിച്ച എക്സാമിനുണ്ടായിരുന്നു. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സണിയാറ്റ്സെൻ നേതൃത്വം നൽകിയ 3 ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സോഷ്യലിസം ഉണ്ടല്ലോ, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക്, ജനാധിപത്യം. ഈ 2 വേർഡ് നമ്മുടെ പ്രിയാമ്പിളുണ്ടല്ലോ അല്ലേ. അപ്പോൾ സോഷ്യലിസം, അതുപോലെ തന്നെ ജനാധിപത്യം, ദെൻ ദേശീയത. ഇത് 3 സണിയാറ്റ്സെൻ്റെ ആശയങ്ങളായിരുന്നു. കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം ഇല്ലാതാക്കാൻ കാരണമായ ഭരണത്തലവൻ ചിയാങ് കൈഷക്ക്. അപ്പോൾ ഇവിടെ വേറൊരു ഭരണത്തലവൻ വരുന്നു, ചിയാങ് കൈഷക്ക്. ഇയാൾ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള സഹകരണം ഇല്ലാതാക്കാനായിട്ട് കാരണക്കാരനായ ഒരു ഭരണത്തലവനാണ് ചിയാങ് കൈഷക്ക്. അപ്പോൾ ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ചിയാങ് കൈഷക്ക്. അപ്പോൾ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ചാണ് ചിയാങ് കൈഷക്ക്. ലോങ് മാർച്ച് നടത്തിയത് മാവോ സെ തുങ്. ചൈനയിൽ ആരാണ് ലോങ് മാർച്ച് നടത്തിയതെന്ന് ചോദിച്ചാൽ മാവോ സെ തുങ് ആണ്. 1934 അദ്ദേഹം ലോങ് മാർച്ച് നടത്തുന്നുണ്ട്. അപ്പം സണിയാറ്റ്സെൻ്റെ ആ ഒരു സമരം 1911 വിപ്ലവം നടക്കുന്നത്. മഞ്ചു രാജവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത് 1934 മാവോ സെ തുങ്ങിൻ്റെ ഒരു ലോങ് മാർച്ച് ഉണ്ടായിരുന്നു. ഈ ലോങ് മാർച്ച് കഴിഞ്ഞിട്ട് മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ചൈന ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. അത് 1949 ഒക്ടോബർ 1 അപ്പോൾ ചൈന എന്നാണ് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന അവിടെ 1949 ഒക്ടോബർ 1 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മാവോ സെ തുങ്. കുമിന്താങ്ങിൻ്റെ നേതാവ് സണിയാറ്റ്സെൻ, ദെൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാവോ സെ തുങ്. അവിടെ പട്ടാള ഭരണം കൊണ്ടുവരാനായിട്ട് തുടക്കം കുറിച്ചതിൽ സൈനിക ഏകാധിപത്യം തുടക്കം കുറിച്ച് ചിയാങ് കൈഷക്ക്. പിന്നെ 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സിങ്ങിൽ നിന്ന് പടിഞ്ഞാറ് യെനാൻ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. അപ്പോൾ ലോങ് മാർച്ച് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്? ചൈനീസ് വിപ്ലവമായിട്ട്. ആരാണ് അതിന് നേതൃത്വം കൊടുത്തത്? മാവോ സെ തുങ്ങാണ്. എവിടെ തൊട്ട് എവിടെ വരെയാണ്? തെക്കൻ ചൈനയിലെ കിയാങ്സിന്ന് പടിഞ്ഞാറ് യെനാൻ വരെയാണ് മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടന്നത്. വർഷം 1934. അതിനുശേഷം 1949 ഒക്ടോബർ 1 ചൈന പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ആകുന്നത്. ആരുടെ നേതൃത്വത്തിൽ? മാവോ സെ തുങ്ങിൻ്റെ നേതൃത്വത്തിലാണ്. ഓക്കെ. അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ നമ്മുടെ സണിയാറ്റ്സെൻ, മാവോ സെ തുങ്, ചിയാങ് കൈഷക്ക്, മഞ്ചു രാജവംശം, തുറന്ന വാതിൽ നയം, പിന്നെ ബോക്സർ കലാപം, ഇതെല്ലാം ചൈനീസ് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ചാപ്റ്ററാണ് ഇത്രയും വിപ്ലവങ്ങൾ അതിനകത്താണ് ഉള്ളത്. ക്ലാസ് 10 ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതൊരു ക്വിക്ക് റിവിഷനാണ് ഞാനിത് നടത്തിയത്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് പെട്ടെന്ന് കേട്ടാ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോയെന്ന് തോന്നാം. ബട്ട് ഇപ്പം എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ചാപ്റ്റർ ഉണ്ട്, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞിട്ട്. ആ ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. അതിൽ കുറേ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. നാറ്റോയൊക്കെ അതിനകത്താണ് വരുന്നത്, ആ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. ഓക്കെ, വലിയ ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം. അങ്ങനെ നമുക്ക് ഹിസ്റ്ററി തീർന്നിട്ട് ജോഗ്രഫി, അങ്ങനെ പരമാവധി SCERT NCERT കണ്ടൻറ്റ് റിവൈസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള റിവിഷൻ ആവശ്യമുണ്ടോ, എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ഒരു റൗണ്ട് SCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഒരു തവണയെങ്കിലും ഒന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ, കേട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് അത് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ പഠിച്ചവർക്കെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റിവിഷൻ കൊണ്ടുവരുന്നത്.
അപ്പം ഇത് ഫുള്ള് നമുക്ക് എഴുതിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ PPT ഒക്കെ റെഡിയാക്കി എടുക്കാനും എഴുതിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സമയം പോകും. ആ സമയം കൊണ്ട് നമുക്ക് അത്ര റിവൈസ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. PSC എക്സാം ഗൈഡിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഓൺലൈൻ കോഴ്സ് നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും